ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ള വീഡിയോ ആണ്. ഞാൻ നമ്മുടെ ചാനലിൽ DIYസും അതേപോലെ തന്നെ എന്തെങ്കിലും പ്രോഡക്ട്സ് സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ആയാലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, പ്രോഡക്റ്റ് എന്നല്ല ഒരു DIY ആയാലും നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എത്ര തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റാത്ത ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആ DIYയിൽ യൂസ് ചെയ്യണമെങ്കിൽ അതെന്തായാലും നമ്മുടെ സ്കിന്നിന് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ് തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഏതൊരു പ്രോഡക്റ്റോ എന്തൊരു സംഭവം നമ്മുടെ സ്കിന്നിൽ ടെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും മുമ്പായിട്ട് നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് പല പല മെത്തേഡ് ഉണ്ട്. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും വരുന്ന സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി 5 സ്കിൻ ടൈപ്പ് ആണ്. ഓയിലി സ്കിൻ, അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, പിന്നെ സെൻസിറ്റീവ് സ്കിൻ. ഈ ഒരു 5 സ്കിൻ ടൈപ്പാണ് നമ്മൾ ബേസിക്കലി കണ്ടുവരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് ഇതിന്ന് ചൂസ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു വട്ടം നമ്മുടെ സ്കിൻ ടൈപ്പ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അത് അനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയാലും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പ്രോഡക്ട്സ് ആയാലും മോയ്സ്ചറൈസേഴ്സ് എന്തായാലും നമ്മൾ ആ ഒരു സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരാൾ പാൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഇടാണെന്ന് വിചാരിക്കാം. അവർക്ക് പിമ്പിൾസ് വരാനുള്ള, പാല് കുറച്ചുകൂടി ഒരു ഓയിലിയാണ്, സോ അപ്പോൾ പിമ്പിൾസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ കുറെ പേര് ഈ പാലിന്റെ ആടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മുഖത്തിന് ഭയങ്കര നല്ലതാണ്. പക്ഷെ ഓയിലി സ്കിന്നുകാർ ആ ഭാഗത്തേക്ക് തന്നെ നോക്കേണ്ട, കാരണം അവർക്ക് എല്ലാവർക്കും ഇതന്നെ കാണിക്കണമെന്നില്ല കേട്ടോ. അഗൈൻ അതിലും എക്സെപ്ഷൻസ് ഉണ്ട്. ചിലപ്പോ മിക്കവാറും ഓയിലി സ്കിന്നുകാർക്ക് ഈ പാലിന്റെ അടക്കം ഇടുമ്പോൾ പിമ്പിൾസ് വരാനായിട്ടുള്ള, അവർക്ക് ഓൾറെഡി സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലാണ്. ഈ പാലിന്റെ അടയിലത്തെ അതും കൂടി ആവുമ്പോൾ അവർക്ക് ഒന്നും കൂടി എക്സസ് ആയിട്ടുള്ള, അവരുടെ സ്കിൻ ഓൾറെഡി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ അതുപോലെ കുറച്ചുകൂടി ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഫേസിലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അവർക്ക് പിമ്പിൾസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഒരു സ്കിൻ ടൈപ്പ് ആവണമെന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ടീനേജ് വരെയൊക്കെ നമ്മളൊരു ഓയിൽ സ്കിന്നിൽ പെട്ട ആളായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കിന്നിന്റെ ഇതിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരും. അപ്പൊ അങ്ങനെ മാറ്റി പറഞ്ഞൊക്കെ ഇരിക്കും. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഇൻട്രോ കുറച്ച് വലുതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, മേ ബി ഇത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഹിന്റ് പോലെ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് നമ്മൾ ഇതെങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നമ്മൾ നോർമലി രാവിലെ എണീറ്റ ഉടനെ ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 3 ഫേസ് ചെയ്യാം. നിങ്ങൾക്ക് അതല്ല നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹിമാലയ, ഞാൻ എപ്പോഴും ഹിമാലയയുടെയും അതേപോലെ തന്നെ ബയോട്ടിക്കിന്റെ ഈ 2 ഫേസ് വാഷ് ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് രണ്ടും നല്ല ഫേസ് വാഷ് ആണ്. ഒരു ജെൽ ബേസ്ഡ് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഫേസ് വാഷ് ആണ്. നിങ്ങൾക്ക് ഏത് ആണെങ്കിലും ഉപയോഗിക്കാം. ഹിമാലയ നല്ലതാണ്, അതേപോലെ ബയോട്ടിക്കിന്റെ ഫേസ് വാഷ് നല്ലതാണ്, പിന്നെ ധാത്രിയുടെ ഫേസ് വാഷ് നല്ലതാണ്. അപ്പൊ ഈ 3 ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ എനിക്ക് അറിയണ ഒരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സോ മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് നല്ലോണം ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നല്ലോണം ഡ്രൈ ആവുക. അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റും ഫേസിൽ യൂസ് ചെയ്യരുത്. ഈവൻ ടോണറോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ ഒന്നും തന്നെ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫേസ് നല്ലോണം ഡ്രൈ ആക്കുക എന്നുള്ളതാണ്. ഒരു തരി വെള്ളമോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. അത് 4 പീസായിട്ട് കട്ട് ചെയ്യുക. ഒരെണ്ണം നമ്മുടെ നെറ്റിയുടെ അവിടെയും, ഒരെണ്ണം നമ്മുടെ മൂക്കിന്റെ അവിടെ, ഒരെണ്ണം ഈ താടിയുടെ അവിടെ, ഒരെണ്ണം നമ്മുടെ കവളത്ത് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം. ഇത് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നോർമൽ സ്കിന്നുകാരുടെ കാര്യം നോക്കാം. ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ കണ്ടുവരുന്ന ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് 5 സ്കിൻ ടൈപ്പ് ആണ്. അതിൽ നമുക്ക് ഫസ്റ്റ് നോർമൽ സ്കിന്നിന്റെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ നമ്മുടെ ഫേസിൽ സ്റ്റിക്ക് ചെയ്യാണ്ട് അത് വീടാണെച്ചെങ്കിൽ നമുക്ക് നോർമൽ സ്കിൻ ഉണ്ടെന്നാണ്. അപ്പോൾ ഈ നോർമൽ സ്കിന്നുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഇൻഗ്രീഡിയന്റ് വേണമെങ്കിലും നമ്മുടെ DIYs ആയാലും അത് ഏത് ഇൻഗ്രീഡിയന്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതല്ല നമുക്ക് എന്ത് പ്രോഡക്ട്സ് അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് എന്തിട്ടാലും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിമ്പിൾസ് വരുന്ന ഇഷ്യൂസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലിനെസ് ഉണ്ടാവുക, അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നോർമൽ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുണ്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് ഓയിലി സ്കിന്നുകാർക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ വെച്ച 4 ഷീറ്റ് ഉണ്ടല്ലോ, ഇത് അങ്ങനെ തന്നെ നമ്മുടെ ഫേസിൽ പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
ഓയിലി സ്കിന്നാണെന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഫേസിൽ ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ടാണ് ആ ഓയിലും ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നുവെച്ചെങ്കിൽ മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുമ്പോൾ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള, ഇപ്പൊ അവർക്ക് അലോവേറ ജെല്ലൊക്കെ നല്ലോണം സൂട്ട് ആവും. അങ്ങനെ അലോവേറ ജെല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് എടുക്കുക. അതായിരിക്കും അവർക്ക് കൂടുതലായിട്ടുള്ള. ഫേസ് മാസ്ക് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുവെച്ചെങ്കിൽ അതിൽ ഈ പാല് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും, പാല്, തൈര്, ഈ വക ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം അതൊക്കെ ഒന്നും കൂടി നമ്മുടെ ഫേസ് ഓയിലി ആക്കാറുള്ളൂ. പിന്നെ ഈ മുൾട്ടാണിമെട്ടി, നമ്മുടെ ഫേസ് മാസ്കിൽ മുൾട്ടാണിമെട്ടി ഇൻക്ലൂഡ് ചെയ്യുന്ന നല്ലതാണ്. മുൾട്ടാണിമെട്ടി നമ്മുടെ ഫേസിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലതാണ്. എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ വലിച്ചെടുക്കാനായിട്ട് മുൾട്ടാണിമെട്ടി ഭയങ്കര എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈ സ്കിൻ ആണ്. അതായത് നമ്മുടെ ഈ ഫേസിൽ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, ഇത് ഒട്ടും നമ്മൾ ഒട്ടിച്ച വഴിക്ക് തന്നെ ഒട്ടും നമ്മുടെ ഫേസിൽ സ്റ്റിക്ക് ചെയ്യാണ്ട് അങ്ങനെ തന്നെ വീടാണെന്നുവെച്ചെങ്കിൽ അത് ഡ്രൈ കാറ്റഗറിയിൽ പെട്ട സ്കിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുവെച്ചെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള ക്രീം മാതിരിയുള്ള എന്തെങ്കിലും മോയ്സ്ചറൈസർ എടുക്കുക. അതാണ് അവർക്ക് നല്ലോണം സൂട്ട് ആവുക. കാരണം അവരുടെ സ്കിൻ ഓൾറെഡി ഡ്രൈ ആണ്. അപ്പൊ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ പോരായ്മ വരും. അതുകൊണ്ട് കുറച്ച് തിക്ക് മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാന്നുള്ളതാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. നല്ലോണം ഹൈഡ്രേഷൻ വേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ സ്കിൻ ഡ്രൈ ആയി പോകാനായിട്ടുള്ള ചാൻസ് പറയുന്നത് കോമ്പിനേഷൻ സ്കിന്നാണ്. കോമ്പിനേഷൻ സ്കിന്നുകാരുടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ 4 ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് വന്നിട്ട് 4 എണ്ണം വീഴാണ്ട് 1 or 2 എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ട് ബാക്കി വീഴാണെന്നുണ്ടെങ്കിൽ അവർക്ക് കോമ്പിനേഷൻ ടൈപ്പ് സ്കിന്നാണ്. ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ചില ഭാഗത്ത്, സ്കിന്നിന്റെ ചില ഭാഗത്ത് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും, ചില ഭാഗത്ത് കുറവായിരിക്കും, ചില ഭാഗത്ത് ഡ്രൈ കാറ്റഗറി ആയിരിക്കും. അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാവുക. ആൾക്കാർ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസേഴ്സ് ആയാലും ഉപയോഗിക്കാം, ഇനി അതല്ല ഓയിലി സ്കിന്നുകാർ ഉപയോഗിക്കുന്നതായാലും ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് സ്കിന്നിന് ഏതാണോ കുറച്ചും കൂടി സൂട്ടബിൾ ആവാന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോഴല്ലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഇനി ഞാൻ ഈ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ടോട്ടലി 5 സ്കിൻ ടൈപ്പ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ 4 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ വന്ന് പറയുന്നത് സെൻസിറ്റീവ് സ്കിൻ ആണ്. ഈ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് ഒരു പ്രോഡക്റ്റും അവർക്ക് നമ്മുടെ ഫേസിൽ പിടിക്കില്ല. അതായത് നോർമലി ആൾക്കാർ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സുകളൊന്നും അവരുടെ ഫേസിന് മേ ബി പിടിച്ചു എന്ന് വരില്ല. പിന്നെ അതേപോലെ തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ഡസ്റ്റ് ഒക്കെ ഉള്ള സ്ഥലത്ത് പോയാൽ തന്നെ അവരുടെ സ്കിന്ന് വന്നിട്ട് നല്ലോണം ഇങ്ങനെ പീൽ ചെയ്ത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ചിലവർക്ക് ആക്നി വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലവർക്ക് എന്തെങ്കിലും ഫേസിൽ ഇച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആണുള്ള ചാൻസ് ഉണ്ട്. ഇനി വെയിലത്ത് പോകുമ്പോൾ പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവരാണ്, അതായത് ഏതൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്തൊരു ചെറിയൊരു കാര്യമായാലും അവരുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ടൈപ്പുകാരാണെങ്കിൽ അത് സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ DIY ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ട്രൈ ചെയ്യാണ്ടിരിക്കേണ്ടതാണ് നല്ലത്. കൺസൾട്ട് ചെയ്തിട്ട് അവർ സജസ്റ്റ് ചെയ്യണ പോലത്തെ മോയ്സ്ചറൈസറും അതേപോലെ തന്നെ ക്രീംസ് ആയാലും സോപ്പോ എങ്ങനെ ഫേസ് വാഷ് എന്തായാലും നല്ലൊരു ഡോക്ടറുടെ സജഷൻ നോക്കിയിട്ട് ചെയ്യേണ്ടതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചിങ്ങനെ സംസാരിച്ചിരിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് മേ ബി നിങ്ങൾക്ക് ബോറടിക്കാം. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കിയിട്ട് ഹെൽപ്ഫുൾ ആണോ ഇല്ലേ എന്നുള്ളത് എന്തായാലും കമന്റ് സെക്ഷനിൽ പറയും. ഞാൻ മെത്തേഡിൽ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായിരുന്നു റിസൾട്ട് എന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്തായാലും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ട് അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും കൂടി ഫോളോ ചെയ്യുക. ഞാൻ അതിൽ വീഡിയോസും അതേപോലെ തന്നെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിലും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.